ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഒരു ഉത്സവം വൈബാണ്. കാര്യം ഞങ്ങളുടെ ഉത്സവം നടക്കുന്നുണ്ട്. ശിവരാത്രി ആണല്ലോ. ഞങ്ങളുടെ കഴിനാട് ശ്രീനിളയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വൈകുന്നേരം പരിപാടികൾ കാണാനും ഗാനമേളയുണ്ട്, താലപ്പൊലി, ഉരുൾ നേർച്ച, ഇതെല്ലാം ഈ ദിവസമായിരുന്നേ. അത് കാണാനായിട്ട് വൈകുന്നേരം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. ഈ ദിവസം തന്നെ വൈകുന്നേരമാണ് ഉരുൾ നേർച്ചയും താലപ്പൊലിയും ഉള്ളത്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഉരുൾ നേർച്ച കാണാനാണ്. ശിവയ്ക്ക് ഇന്ന് ഉരുളുണ്ടായിരുന്നു, അത് കാണാനായിട്ട് ഞങ്ങൾ പോവാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണിക്ക് താലപ്പൊലിയുണ്ട്, അതും എടുക്കണം. ഉരുൾ നേർച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിൽ പോയിട്ട് താലപ്പൊലി എടുക്കാനായിട്ട് പോകും. വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും നേരത്തെ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അനിയത്തിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഉരുൾ നേർച്ച തുടങ്ങുന്ന സമയമായപ്പോഴത്തേന് ഞാൻ മേൽഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനുള്ള രീതിയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാമെന്ന് പ്രതീക്ഷിച്ച് വന്നപ്പോഴത്തേനാണ് കുഞ്ഞാറ്റയും കല്യാണിയും കൂടി അമ്പലത്തിനകത്ത് തൊഴുന്ന കണ്ടത്. മേളിൽ നിന്നാൽ നമുക്ക് വീഡിയോ നല്ലപോലെ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ മേളിൽ തന്നെ നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ക്ഷേത്രം കാണാനും അലങ്കാരങ്ങളും കാണാനും എല്ലാം. അപ്പം വൈകുന്നേര സമയത്ത് ഉരുളിന് മുന്നേ ആളുകൾ തൊഴാനായിട്ട് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഉടനെ ഉരുൾ നേർച്ചയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഉരുൾ നേർച്ച ഇങ്ങനെ നടന്നു തുടങ്ങി. ആളുകൾ പുറകിലിങ്ങനെ, അതായത് പുറകിലല്ല ഫ്രണ്ട് വശത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. ഞങ്ങളുടെ അപ്പൂസിനും ഉരുൾ നേർച്ച ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞാണെങ്കിലും അങ്ങനെ ഉരുൾ നേർച്ച നടത്തിയായിരുന്നു ഇത്തവണ. ഉരുൾ നേർച്ച കഴിഞ്ഞതിന് ശേഷം പിള്ളേരെല്ലാം പാർക്കിൽ വന്നു. നേരത്തെ കയറിയതുകൊണ്ട് കുട്ടീസ് ഒന്നിനെയും വീണ്ടും പാർക്കിലോട്ട് കയറ്റിയില്ല. അത് ഒരു റൈഡിലും കയറ്റിയിട്ടില്ലായിരുന്നു. കുറേ നേരം പാർക്കിലൊക്കെ നിന്ന് കറങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് രാത്രി ലഘുഭക്ഷണമുണ്ട്. അതായത് രാത്രി നമുക്ക് ഡിന്നർ പോലെ ലഘുഭക്ഷണം എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കാണുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളവിടെ കറങ്ങി നടന്ന് എല്ലാം ഒന്നുകൂടിയേ കണ്ടിട്ടു. നാളെയും കൂടെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതായത് ശിവരാത്രി ദിവസം മാത്രമല്ലേ ഇതുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് വീണ്ടും ഗാനമേള 8:30-ക്ക് ശേഷമാണ്. 8:30-ക്ക് ഗാനമേള കാണാനായിട്ട് പോയി. ഗാനമേളയൊക്കെ കണ്ട് അടിപൊളി വൈബായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.